അപ്പോൾ ദേ ഇത് നമ്മുടെ മുറ്റത്ത് നിൽക്കുന്നൊരു വാഴയാണ് കേട്ടോ. ഇവിടെ ഈ പറമ്പിൽ പല സ്ഥലങ്ങളിലായിട്ട് വാഴ നിൽപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് വാഴയിലയ്ക്ക് പഞ്ഞമില്ല. അപ്പോൾ ഞാൻ ഇന്നൊരു വാഴയില എടുക്കുക എന്നുള്ളതാണ് കേട്ടോ ഇതിൻ്റെ ചോട്ടിൽ നിൽക്കുന്ന ഈ കാഞ്ഞ വെയിലത്തിൻ്റെ ചോട്ടിൽ നിന്ന് എൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇത് വാഴയില എടുത്തിട്ടുണ്ട്. ഇപ്പോൾ വാഴയില എടുത്തപ്പോൾ ഏകദേശം മനസ്സിലായി കാണുമായിരിക്കും അല്ലേ എന്തിനാണെന്നുള്ളത്. ഇപ്പം എല്ലാവരും ഇപ്പോൾ വാഴയിലയിൽ ചോറ് വിളമ്പി കാണിക്കുന്നുണ്ടല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഞാനും അതൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന്. ഈവൻ ദോ എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല വാഴയില പൊതിഞ്ഞ ചോറിനോട് കേട്ടോ. പക്ഷേ ഇന്നിവിടെ അച്ചിങ്ങ തോരനും മീൻ പൊരിച്ചതും പിന്നെ മുട്ട പൊരിച്ചതും പിന്നെ മീൻ പീര പറ്റിച്ചതും ഉണ്ട്. അപ്പം ഇത്രയും ഉള്ളപ്പോൾ വാഴയിലയിൽ പൊതി കെട്ടാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ആണല്ലോ ഉള്ളതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അത് ഞാൻ ചെയ്യാൻ തോന്നിയത്. അപ്പോൾ എനിക്ക് മാത്രമാണ് എടുത്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു വാഴയില മാത്രം എടുത്തത്. ആക്ച്വലി ഞാനിന്ന് ആദ്യമായിട്ടാണ് വാഴയിലയിൽ ചോറ് തനിയെ ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷെ അതത്ര അതിൻ്റെ ഒരു ഇതുകൊണ്ടായിരിക്കണം പെർഫെക്റ്റായിട്ട് വാഴയില അങ്ങോട്ട് വാടിയിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല എങ്ങനെയൊക്കെ വെക്കണം എന്നുള്ളൊരു ധാരണയും എനിക്ക് കൃത്യമായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആദ്യം എടുത്തു വെച്ചതൊക്കെ പലതും അതിൻ്റെ ഹാഫ് മാറ്റേണ്ടി വന്നു. മുട്ടയാണെങ്കിലും ഹാഫ് മാറ്റി. അതുപോലെ തന്നെ 2 പീസസ് ഉണ്ടായിരുന്നു മീൻ പൊരിച്ചത്, അതിൻ്റെയും ഒരു പീസ് മാറ്റി. പിന്നെ അങ്ങനെ വെച്ചു കേട്ടോ. പക്ഷേ ഇതത്ര നന്നായിട്ട് വാടാതിരുന്നുകൊണ്ടാവും ദാണ്ടോ ഇത് പൊതിഞ്ഞ് വന്നപ്പോൾ ഒരു ചെറിയ പൊട്ടലുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ താഴെ പോകുമെന്ന് പേടിച്ചിട്ട് ഞാനത് കമത്തി ഒരു പ്ലേറ്റിലാണ് വെച്ചിരുന്നത്. ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞതിന് ശേഷം ഞാൻ എടുക്കുകയും ചെയ്തു. കാരണം പൊട്ടി അങ്ങനെ വിട്ടുപോയാലോ എന്ന് പേടിച്ചിട്ട്. അപ്പോൾ ദേ ഇത് ഓപ്പൺ ചെയ്ത് കേട്ടോ. ഇതിൽ ഇഷ്ടമുള്ളവരൊക്കെ വന്ന് നോക്കിക്കോ. എങ്ങനെയുണ്ട്, കൊള്ളാവോ എന്ന് പറയണേ. ആൻഡ് ആർക്കൊക്കെ ഇഷ്ടമാണെന്നുള്ളതും കമൻറ്റ് ചെയ്യണേ. എനിവേ കഴിച്ചു വന്നപ്പോൾ ആസ്വദിച്ച് തന്നെ കഴിച്ചു കേട്ടോ. അതുകൊണ്ട് ദേ മുള്ള് മാത്രമാണ് മിച്ചമുള്ളത്.